ഹായ് ഗൈസ്, വെൽക്കം ടു വീലെ മിസ്റ്ററീസ്. ആഫ്രിക്കയിൽ ജന്മമെടുത്ത ആദ്യം മനുഷ്യന്റെ യാത്രകൾ ആരംഭിച്ച അന്നു മുതൽ അവന്റെ മുൻപിലേക്ക് അനേകം നിഗൂഢതകൾ വന്ന് എത്തിച്ചേർന്നു. അങ്ങനെ കാലാകാലങ്ങളായി മനുഷ്യന്റെ മുൻപിലേക്ക് വന്ന ഒരു നിഗൂഢതകളും പിന്തുടർന്ന് ചെന്നു കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേരുക എന്താണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന ചോദ്യത്തിലാണ്. നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് നമ്മുടെ ഭൂമി വളരെ ഭീമാകാരമായി തോന്നുമെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ ആധുനിക ടെലിസ്കോപ്പുകൾ വെച്ച് നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗത്തെയാണ് ഒബ്സർവർ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒബ്സർവർ യൂണിവേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയുടെ വലിപ്പം ഒരു ആറ്റത്തിന്റെ കണികയേക്കാൾ വളരെ ചെറുതാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ബഹിരാകാശ ഗോളം നമ്മുടെ ചന്ദ്രനാണ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ അത്രയും വലിപ്പമുണ്ടായിരുന്ന സൂര്യനെ വലം വെച്ചുകൊണ്ടിരുന്ന തിയ എന്ന ഗ്രഹവുമായി ഭൂമിക്ക് നടന്ന കൂട്ടിയിടിയെ തുടർന്നിട്ടാണ് ചന്ദ്രൻ ജന്മമെടുക്കുന്നത്. മനുഷ്യകുലൻ രൂപം കൊണ്ട് കഴിഞ്ഞ 7 മില്യൺ വർഷങ്ങൾക്കിടയിൽ മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ബഹിരാകാശ ഗോളവും നമ്മുടെ ചന്ദ്രൻ മാത്രമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനിൽ എത്തിച്ചേരുവാനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ തുടർച്ചയായ 3 ദിവസം മനുഷ്യൻ സഞ്ചരിക്കേണ്ടതായുണ്ട്. ഒരിക്കൽ ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ പിന്നീട് കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിച്ചത് ചൊവ്വയിലെ ജീവന്റെ തുടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. ആ യാത്രകളൊന്നും വെറുതെ ആയിരുന്നില്ല. ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയെ പോലെ കാറ്റും മഴയും പുഴയും നദിയും ഇടിയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രഹത്തിന്റെ മറ്റു വരണ്ട നദികളിൽ എവിടെയെങ്കിലും ജീവന്റെ തുടുപ്പ് കാണപ്പെടാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ മനുഷ്യൻ യാത്ര ആരംഭിച്ചത് 1964 നവംബർ 28 പുറപ്പെട്ട മറൈനർ 4 മിഷനിലൂടെയാണ്. അതിനുശേഷം വൈക്കിങ്ങും പാത്ത് ഫൈൻഡറും ക്യൂരിയോസിറ്റിയും ISRO വിക്ഷേപിച്ച മംഗൾയാൻ ദൗത്യവുമെല്ലാം ചൊവ്വയിൽ എത്തിച്ചേർന്നുവെങ്കിലും നമുക്കവിടെ ജീവന്റെ തുടുപ്പ് കണ്ടെത്തുവാനായി ഇന്നും സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ നിന്നും ഏകദേശം 22 മുതൽ 40 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിലേക്ക് നമ്മൾ ഇന്നൊരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഏകദേശം 6 മുതൽ 9 മാസം വരെ തുടർച്ചയായ യാത്രയ്ക്ക് ശേഷം നമുക്ക് അവിടെ എത്തിച്ചേരുവാനായി സാധിക്കും. വരും നാളുകളിൽ ഇലോൺ മസ്കിന്റെ സ്പേസസ് മാർസ് പ്രോഗ്രാമിന് കീഴിൽ ചൊവ്വയിൽ മനുഷ്യകുലം ഒരുപക്ഷെ കോളനികൾ സ്ഥാപിക്കുന്നതും വരും നാളുകളിൽ നമുക്ക് കാണുവാനായി സാധിച്ചെന്ന് വരാം. ചൊവ്വയും കടന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത പേടകമായ വോയേജറിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഭൂമിയിൽ നിന്നും സൂര്യനേക്കുള്ള അകലത്തെയാണ് നമ്മൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വോയേജറിൽ നിന്ന് അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ദൂരത്തിൻ്റെ ഏകദേശം 166.4 മടങ്ങ് അകലെ കൂടിയാണ്. 1977 സെപ്റ്റംബർ 5 പുറപ്പെട്ട ഈ ഒരു അത്ഭുത സൃഷ്ടി അതിൻ്റെ യാത്രയ്ക്കിടയിൽ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ഭൂമിയുടെ അതിമനോഹരമായൊരു ചിത്രം പകർത്തിയിട്ടുണ്ട്. കറുത്തിരുന്ന ആകാശത്തിൽ ഒരു ഹോപ്പ് ഡയമണ്ടിനെ പോലെ നമുക്കതിൽ നമ്മുടെ ഭൂമിയെ കാണുവാനായി സാധിക്കും. പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണെങ്കിൽ പ്ലൂട്ടോയും കഴിഞ്ഞ് ഐസി ബോഡികളാൽ നിർമ്മിതമായ വുഡ് ക്ലൗഡുകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഈ ഒരു വുഡ് ക്ലൗഡുകൾ കടന്ന് പുറത്തു വരണമെങ്കിൽ മാത്രം മനുഷ്യകുലം 1.87 പ്രകാശവർഷം സഞ്ചരിക്കേണ്ടതായി വരും. ഒരു പ്രകാശവർഷം എന്നാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന വേഗത്തിൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഒരിക്കൽ വുഡ് ക്ലൗഡുകൾ കഴിഞ്ഞ് പുറത്തു വന്നാൽ പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുക നമ്മുടെ സൂര്യനെ പോലെയുള്ള അനേകം നക്ഷത്രങ്ങളും അതിനെ ചുറ്റുന്ന കോടിക്കണക്കിന് ഗ്രഹങ്ങളുമാണ്. അതിൽ പലതിലും ജീവനുള്ള അനേകം ജീവജാലങ്ങളും ഒരുപക്ഷെ കാണപ്പെടുന്നുണ്ടായിരിക്കാം. നമ്മൾ അവയെ ഇതുവരെ നമ്മുടെ പരിമിതികൾ കാരണം കണ്ടെത്തിയില്ല എങ്കിൽ അതിനർത്ഥം ഈ പ്രപഞ്ചത്തിൽ ജീവന്റെ തുടിപ്പുള്ള ഒരേ ഒരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ് എന്നതല്ല. പിന്നെയും നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റത്തിൽ അംഗങ്ങളിൽ ഒന്നായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് എത്തിച്ചേരുവാനായി പ്രകാശ വേഗതയിൽ 4.24 വർഷത്തോളം നമുക്ക് സഞ്ചരിക്കേണ്ടതായി വരും. നമ്മുടെ ഈ യാത്ര ഇതും കടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ പതിയെ പതിയെ നമുക്ക് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ പുറത്തെത്തുവാനും സാധിക്കും. എന്നാൽ ആ യാത്ര അത്ര എളുപ്പമുള്ളതായിരിക്കുകയില്ല. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഡയമീറ്റർ മാത്രം ഏകദേശം 1 ലക്ഷത്തോളം പ്രകാശവർഷങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ റേഡിയസ് എന്ന് പറയുന്നത്
50,000 പ്രകാശവർഷത്തോളം വലിപ്പം വരും. നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം കാണപ്പെടുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 27,000 പ്രകാശവർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ കടക്കുവാനായി മാത്രം മനുഷ്യൻ പ്രകാശ വേഗതയിൽ 23,000 വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായി വരും. ഏകദേശം 400 ബില്യൺ നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന കോടിക്കണക്കിന് ഗ്രഹങ്ങളും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര പിന്നെ നമ്മൾ മുന്നോട്ട് തുടരുകയാണെങ്കിൽ നമ്മുടെ മിൽക്കി വേനെ പോലുള്ള 54 ഗാലക്സികൾ ഉൾപ്പെടുന്ന ലോക്കൽ ഗ്രൂപ്പ് കാണുവാനായി നമുക്ക് സാധിക്കും. നമ്മുടെ ഈ അനന്തമായ യാത്രയിൽ നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് കടന്ന് പുറത്തു വരുവാനായി മാത്രം പ്രകാശ വേഗതയിൽ 1 കോടി വർഷങ്ങളോളം നമ്മൾ തുടർച്ചയായി സഞ്ചരിക്കേണ്ടതായുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണെങ്കിൽ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിൽ എത്തിച്ചേരുകയും ഏകദേശം 2000-ഓളം ഗാലക്സികളെ നമുക്കവിടെ കാണുവാനും സാധിക്കും. അതും താണ്ടി നമ്മൾ പുറത്തു വരുവാനായി പിന്നെയും നമ്മൾ പ്രകാശ വേഗതയിൽ 53 മില്യൺ വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായുണ്ട്. അങ്ങനെ വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന് പുറത്തു വരുന്ന നമ്മൾ ലിനൈക്ക സൂപ്പർ ക്ലസ്റ്ററിൽ എത്തിച്ചേരുകയും അവിടെ ഏകദേശം 1,00,000-ഓളം ഗാലക്സികളും നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെയുള്ള ലിനൈക്ക സൂപ്പർ ക്ലസ്റ്റർ നമ്മൾ താണ്ടുവാനായി പ്രകാശ വേഗതയിൽ ഏകദേശം 520 മില്യൺ വർഷങ്ങൾ വീണ്ടും നമ്മൾ സഞ്ചരിക്കേണ്ടതായുണ്ട്. നമ്മൾ നമ്മുടെ യാത്രയിൽ ഓരോന്നും കടന്ന് മുന്നോട്ട് പോകും തോറും അതിനു മുൻപ് നമ്മൾ വിവരിച്ചതെല്ലാം ഓരോ മണൽത്തരിയെ പോലെ ചെറുതായി വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ എഡ്ജിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതെന്നാൽ നമ്മുടെ ടെലിസ്കോപ്പും ആധുനിക സാങ്കേതിക വിദ്യയിലെ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന സമയം വിദൂരതയിലുള്ള ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശങ്ങൾ എത്തുന്ന സമയത്താണ് നമുക്കവയെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. എന്നാൽ ഒബ്സർവബിൾ യൂണിവേഴ്സിന് പുറത്തുള്ള ഗാലക്സികളിൽ നിന്നും ഒന്നുമുള്ള പ്രകാശം നമ്മുടെ അവിടെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഇനി ഒരിക്കലും അത് എത്തിച്ചേരുകയുമില്ല. അതിന് കാരണം നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കുന്നതിലും അനേകം വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശ കിരണങ്ങളൊന്നും ഒരു കാലത്തും നമ്മുടെ ഇവിടെ എത്തിച്ചേരുകയില്ല. അങ്ങനെയുള്ള ഈ ഒരു ഒബ്സർവബിൾ യൂണിവേഴ്സിന് പുറത്ത് എന്താണെന്നുള്ളത് നമുക്ക് തിയററ്റിക്കൽ മോഡലുകൾ വെച്ചുകൊണ്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്ര ചെറുതാണ് എന്നുള്ളത്. നമ്മുടെ അറിവുകളും അതനുസരിച്ച് ചെറുതാണ്. ഈ അറിവുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് കാലം കുറേയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സയൻസും റിസർച്ചിൻ്റെ എല്ലാം ഫലമായി പിന്നെയും നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുവാനായി സാധിക്കുള്ളൂ. അത് സയൻറ്റിഫിക്കലി മനുഷ്യൻ കണ്ടുപിടിക്കട്ടെ എന്നും ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിലൂടെ കാണാം.